ഹലോ, നമുക്കിന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമേ. മുട്ട റോസ്റ്റിന് ഞാനൊരു 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. 2 മുട്ട നമ്മളിവിടെ എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. 4 കൂട്ടം. നമുക്കിത് കൊണ്ടുപോയി എണ്ണയ്ക്കകത്തൊന്ന് വറുത്തെടുക്കണം. ഈ 4 കൂട്ടമാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കിത് കൊണ്ടുപോയി എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. നമ്മളിത് ഈ മുട്ട റോസ്റ്റിന് തയ്യാറാക്കുന്ന കൂട്ടാണിത്. ഇത് സവാള ഉള്ളി, പച്ചമുളക്, ഇത്രയും കൂടി സവാള ഉള്ളിയും പച്ചമുളകും കൂടെ കുറച്ച് നമ്മൾ കറിവേപ്പിലയുണ്ട് കുറച്ച് ഇതുപോലൊന്ന് വഴറ്റി അതിനകത്തേക്ക് ഇച്ചിരി മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് വേറെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഗരം മസാലയും കൂടി ഇടും. എന്നിട്ട് നമുക്കിതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിനകത്തോട്ട് മാറ്റി വെക്കാം. ഒരു അടിപൊളി ഡിഷാണ്. ചോറുണ്ണാനും കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ നല്ലതാണ്. നമുക്കിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ മുട്ടയൊന്ന് വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എനിക്കിന്നൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഈ മുട്ട. ദേവക്കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ കുറച്ച് നേരം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് ആക്കി ഇതൊന്ന് മൊരിയുന്ന പോലെ ആകണം. അപ്പം നമുക്കിതിനകത്തേക്ക് അരപ്പൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് എരിയൊന്നും ചേർത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് നമ്മളിതിനകത്ത് ഒരുപാട് എരിയൊന്നും ചേർക്കുന്നില്ല. നമുക്ക് മുട്ട റോസ്റ്റ് ഇഷ്ടമാണോ മോളെ? ആണോ? ഈ ഇങ്ങനെ ഇവിടെ പുറവശം ഇങ്ങനെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് തിരിച്ചിടണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണയും കൂടെ അവർക്ക് നല്ലതാണ്. എൻ്റെ വെളിച്ചെണ്ണ കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ആക്കി വേണം ഒന്ന് ഡൈ ആയാൽ അത്ര മതി. ഇനി നമുക്ക് അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി മുട്ട റോസ്റ്റാണ്. എല്ലാം കൂടി ഇതിലൊന്ന് കിടന്ന് ഈ ഉള്ളിയുടെ ഒക്കെ ഒന്ന് ഇറങ്ങി നമുക്ക് ചോറ് കഴിക്കുക. ഇത് മാത്രം മതി. വേറെ കൂടുതൽ കറികളൊന്നും വേണ്ട. അവർക്കൊക്കെയാണ് ചോറ് കൊടുത്തയക്കാനും നല്ലതാണ്. ഇതിനകത്തേക്ക് ഇത് വെച്ച് ഒരു ചമ്മന്തിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാണ്. ഇതിലേക്ക് ഇത്രയും മതി. നമുക്ക് നല്ല അടിപൊളി ഒരു മുട്ട റോസ്റ്റായി നമുക്കിതിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് വെട്ടത്തോട്ട് പോകണം. വെട്ടം കുറവാണ് ഇവിടെ. ഇത് നമുക്ക് ചോറിന് മാത്രമല്ല, നമുക്ക് ചപ്പാത്തി, ദോശ, ഇതിനൊക്കെ നമുക്ക് ഈ കറി നല്ലതാണ്. അടിപൊളി മുട്ട റോസ്റ്റ് ചോറ് എടുത്തിട്ട് ഈ മുട്ട റോസ്റ്റ്
നല്ല അടിപൊളി മുട്ട റോസ്റ്റാണിത്. ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാവേ. നമുക്ക് ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. ഇതെൻ്റെ ദേവുവിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൂടെ ഇത്തിരി ചമ്മന്തിപ്പൊടിയും കൂടെ ഉണ്ട്. നല്ല നമ്മളുണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയാണ്, അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ ചോറിന് കറി? സൂപ്പറല്ലേ? അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. താങ്ക് യു.